കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ ഒന്നാണ് കോട്ടയം പാല. പാലായിലെ ദേവാലയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമാണ് പാല വലിയ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് തോമസ് കത്തീഡ്രൽ. സീറോ മലബാർ ആചാരം പിന്തുടരുന്ന ഒരു കത്തോലിക്ക ദേവാലയമാണ് സെന്റ് തോമസ് കത്തീഡ്രൽ. ഈ ദേവാലയം പാലാ രൂപതയ്ക്ക് കീഴിലാണുള്ളത്. ജൂലൈ 3 തറയിൽ, വയലക്കൊമ്പിൽ, കൂട്ടുങ്കൽ, എറഗോന്നി എന്നീ 4 സിറിയൻ ക്രിസ്തീയ കുടുംബങ്ങളാണ് ഈ ദേവാലയം സ്ഥാപിച്ചത്. തറയിൽ കുടുംബവും വയലക്കൊമ്പിൽ കുടുംബവും ചേർന്ന് പാലായിൽ ഒരു പള്ളി പണിയുന്നതിനായി രാജവംശമായ മീനച്ചിൽ കർത്താവിനോട് അനുമതി തേടുകയും എന്നാൽ മീനച്ചിൽ കർത്താവ് അവരോട് 2 കുടുംബങ്ങളെ കൂടി കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ എറഗോന്നി കുടുംബം അവരോടൊപ്പം ചേർന്നു. എന്നിട്ടും അവർക്ക് ഒരു കുടുംബം കൂടി ആവശ്യമായി വന്നു. അങ്ങനെ തറയിൽ മാപ്പിള തന്റെ സ്വന്തം സഹോദരന്റെ മകനെ കടുത്തുരുത്തിയിൽ നിന്ന് പാലയിലേക്ക് കൊണ്ടുവരികയും അവരുടെ കുടുംബ പേര് കൂട്ടുങ്കൽ എന്നാക്കി മാറ്റുകയും ചെയ്തു. അതിനുശേഷം അനുമതി ലഭിക്കുകയും പള്ളി പണിയുവാൻ മീനച്ചിൽ കർത്താവ് മീനച്ചിൽ നദിയുടെ തീരത്ത് ഭൂമി വിട്ടുകൊടുക്കുകയും ചെയ്തു. പിന്നീട് മീനച്ചിൽ കർത്താവ് വിട്ടുകൊടുത്ത ഭൂമിയിൽ പള്ളി പണിയുകയും ഈ 4 കുടുംബങ്ങളും പള്ളിയുടെ പരിസര പ്രദേശങ്ങളിൽ താമസം ആരംഭിക്കുകയും ചെയ്തു. ആദ്യ ദേവാലയം ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദേവാലയം 1981 ജനുവരി 1 പൂർത്തിയാക്കിയതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 10 ദേവാലയങ്ങളിൽ ഒന്നായ വാഷിംഗ്ടൺ DC-യിലെ ഷ്രൈൻ ഓഫ് ദ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ബസിലിക്കയുടെ മുഖവാരത്തിന്റെ മാതൃകയിലാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. പരിശുദ്ധ പയസ് 7 മാർപ്പാപ്പ പാലാ സെന്റ് തോമസ് പള്ളിയെ വലിയ പള്ളി എന്ന ബഹുമതി നൽകി ആദരിക്കുകയും ദണ്ഡവിമോചനത്തിന്റെ പ്രത്യേക പദവി നൽകുകയും ചെയ്തു. പയസ് 12 മാർപ്പാപ്പ പാലായിൽ സീറോ മലബാർ കത്തോലിക്ക രൂപത സ്ഥാപിച്ചതോടെ പാലായിലെ സെന്റ് തോമസ് പള്ളി പാലാ രൂപതയുടെ കത്തീഡ്രലായി മാറി. ജനുവരി 6 നടക്കുന്ന ദനഹ തിരുനാളാണ് ഈ ദേവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ.